ഓർക്കുമ്പോൾ ഇപ്പോഴും നീറ്റലുണ്ടാക്കുന്ന വേർപാടുകൾ ഒരുപാടാണ് മലയാള സിനിമയിൽ. അതിലൊന്നാണ് നടൻ ജിഷ്ണു രാഘവൻ്റെയും. നടൻ എന്നതിനപ്പുറം മരണം വന്ന് വിളിക്കുന്നതുവരെയും തൻ്റെ തളർച്ചയെ ലോകത്തിനു മുന്നിൽ കാണിക്കാതെ ധീരതയോടെ നിന്ന വ്യക്തി എന്ന നിലയിലാണ് ജിഷ്ണുവിനെ ഇന്നും മലയാളികൾ ഓർക്കുന്നത്. 2025 മാർച്ച് 25 ജിഷ്ണു മരണപ്പെട്ടിട്ട് 9 വർഷം പൂർത്തിയാവുകയാണ്. ജിഷ്ണുവിൻ്റെ വേർപാട് ഏതോ ഒരു സിനിമയുടെ ക്ലൈമാക്സ് മാത്രമാണ്. ഇപ്പോഴും ജിഷ്ണു എവിടെയോ ജീവിക്കുന്നുണ്ട് എന്ന പ്രതീതിയാണ് പ്രേക്ഷകർക്ക്. ജിഷ്ണുവിൻ്റെ 7ാം ചരമവാർഷിക ദിനത്തിൽ മകൻ്റെ വേർപാടിനെക്കുറിച്ച് അച്ഛൻ രാഘവൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വൈറലാവുകയാണ്. 1987 ജിഷ്ണുവിൻ്റെ സിനിമ അരങ്ങേറ്റം. അച്ഛൻ രാഘവൻ്റെ കിളിപ്പാട്ട് എന്ന സിനിമയിലൂടെ ബാലതാരമായി ജിഷ്ണു അരങ്ങേറ്റം കുറിച്ചു. അതിനുശേഷം സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്ന ജിഷ്ണു നമ്മൾ എന്ന സിനിമയിലൂടെയാണ് 2ാം വരവ് നടത്തുന്നത്. കുഞ്ഞുനാൾ മുതൽ ജിഷ്ണുവിന് അഭിനയിക്കാൻ വലിയ താല്പര്യമായിരുന്നു. കിളിപ്പാട്ട് എന്ന ചിത്രത്തിന് ശേഷം ഒരുപാട് അവസരങ്ങളും വന്നിരുന്നു. പക്ഷേ ചെറുപ്പത്തിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കൂടെ പോകാൻ ആരും ഉണ്ടായിരുന്നില്ല. അച്ഛൻ രാഘവൻ പറയുന്നു, അമ്മ അങ്ങനെ പുറത്തേക്കൊന്നും പോകുന്ന ആളായിരുന്നില്ല. ഞങ്ങളെ മനസ്സിലാക്കിയത് കൊണ്ടാവും പിന്നീട് അവൻ അഭിനയിക്കണമെന്ന ആഗ്രഹത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ചലച്ചിത്ര അക്കാദമിയുടെ ഒരു പരിപാടിയിൽ വെച്ചാണ് ഞാൻ സംവിധായകൻ കമലിനെ കാണുന്നത്. അവിടെ വെച്ച് അദ്ദേഹം ചെയ്യാൻ പോകുന്ന പുതിയ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു. 2 ചെറുപ്പക്കാരുടെ കഥയാണ്. ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഭരതേട്ടൻ്റെ മകൻ സിദ്ധാർത്ഥ്. അടുത്ത ഒരാളെ കൂടെ വേണം. ആ നടന് അല്പം പൊക്കവും വേണം എന്ന് കമൽ പറഞ്ഞപ്പോൾ വീട്ടിലൊരാളുണ്ട്, 6 അടി പൊക്കമുള്ള എൻ്റെ മകൻ എന്ന് പറഞ്ഞത് രാഘവൻ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ എന്ന സിനിമയിലേക്ക് ജിഷ്ണു രാഘവൻ എത്തുന്നത്. ദില്ലിയിലെ നല്ല ഒരു ജോലി രാജിവെച്ചാണ് ജിഷ്ണു നമ്മൾ എന്ന സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത്. അതിനുശേഷം സിനിമയിൽ സജീവമാകാൻ തന്നെയായിരുന്നു ജിഷ്ണുവിൻ്റെ തീരുമാനം. എന്നാൽ ചില സിനിമകൾ ഒന്നും വിചാരിച്ച രീതിയിൽ സക്സസ് ആയില്ല. അതോടെ മറ്റെന്തെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുക്കണമെന്ന് ജിഷ്ണു തീരുമാനിച്ചു. സർക്കാർ സഹകരണത്തോടെ കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി സൊസൈറ്റി രൂപീകരിച്ചു. ഓരോ സ്റ്റേറ്റിലും അതിൻ്റെ ഓഫീസുകൾ ഉണ്ടാക്കി. അതിനുവേണ്ടി ഇന്ത്യ മുഴുവൻ കറങ്ങേണ്ടി വന്നപ്പോൾ നിന്ന് തിരിയാനുള്ള നേരം പോലും ജിഷ്ണുവിന് ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് അണപ്പല്ലുരഞ്ഞ് നാവിൽ മുറിവുണ്ടാകുന്നത്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അത് അത്ര കാര്യമാക്കിയതുമില്ല. വല്ലാത്ത വേദന വന്നപ്പോഴാണ് ജിഷ്ണു ഡോക്ടറെ കാണിച്ചത്. മുറിവിൽ ഫംഗസ് ഉണ്ടായാൽ ലൂക്കോപ്ലാക്കിയ എന്ന ക്യാൻസറിന് വഴിയൊരുക്കുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നീടൊരിക്കൽ നാട്ടിൽ വന്നപ്പോൾ RCCയിൽ പോയി കാണിച്ചു. എൻഡോസ്കോപ്പി ചെയ്തുവെങ്കിലും കുഴപ്പമില്ല എന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വേദന വന്നു. MRI സ്കാനിങ് ചെയ്തപ്പോൾ ക്യാൻസർ ആണ് എന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു. അത്യാവശ്യമായി സർജറി വേണം എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. എന്നാൽ ആ സമയം ഏറ്റെടുത്ത 2 സിനിമകളുടെ തിരക്കിലായിരുന്നു ജിഷ്ണു. സർജറി കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നറിയാവുന്നതുകൊണ്ട് ഡോക്ടർമാരോട് സാവകാശം ചോദിച്ചു. ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു സർജറി. അത് വിജയകരമായി നടന്നു. സർജറിയുടെ തുടർച്ചയായി സ്പീച്ച് തെറാപ്പിയും ചെയ്തു. ജീവിതത്തിലേക്ക് ജിഷ്ണു തിരിച്ചെത്തി. എന്നാൽ ആ സന്തോഷം അധിക നാൾ ഉണ്ടായിരുന്നില്ല. മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും തൊണ്ടയിൽ ഒരു മുഴ പോലെ വന്ന് ശ്വാസം എടുക്കാൻ പോലും പ്രയാസമാണ് എന്ന അവസ്ഥ വന്നു. വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക്. അത് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. കീമോ ചെയ്തു. പുറത്തുനിന്ന് കൊണ്ടുവന്ന വില കൂടിയ മരുന്നുകൾ എല്ലാ ദിവസവും ശരീരത്തിൽ കയറ്റിക്കൊണ്ടിരുന്നു. ഒരു ഡോസ് ശരീരത്തിൽ കയറ്റണമെങ്കിൽ 3 മണിക്കൂർ വരെ എടുക്കും. എന്നാലും ആ സമയത്തും ജിഷ്ണു സന്തോഷവാനായിരുന്നു. സന്തോഷത്തോടെ തന്നെ ജിഷ്ണു വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. 3ാം തവണയും ക്യാൻസർ പിടിമുറുക്കിയപ്പോഴാണ് അമൃത ആശുപത്രിയിലെത്തിയത്. അപ്പോഴേക്കും ശരീരം നന്നായി ക്ഷീണിച്ചിരുന്നു. കൈയും കാലും ചലിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് എല്ലാവരോടും സംസാരിച്ച് ഓടി നടന്ന ജിഷ്ണു പെട്ടെന്നൊന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥ ആർക്കും സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ജിഷ്ണു വയ്യാതെ കിടക്കുമ്പോൾ ഒരു നിമിഷം പോലും അവനെ പിരിഞ്ഞിരിക്കാൻ അച്ഛൻ രാഘവന് കഴിയുമായിരുന്നില്ല. സീരിയലുകളിൽ നിന്നെല്ലാം വിളിച്ചിരുന്നുവെങ്കിലും അതൊന്നും വേണ്ട, മകനൊപ്പം തന്നെ നിൽക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. എല്ലാ കാര്യങ്ങളും അച്ഛൻ തന്നെയാണ് അവന് ചെയ്തു കൊടുത്തത്. അവസാന കാലങ്ങളിൽ ഇട്ടിരുന്ന ഷർട്ടിൻ്റെ ബട്ടൺ പോലും തനിച്ച് അഴിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു കാറ്റ് വന്നാൽ പോലും വേദന എടുക്കുമായിരുന്നു. ഭക്ഷണം കഴിക്കാനും മൂത്രമെടുത്ത് മാറ്റാനും വേണ്ടി 2 ട്യൂബുകൾ ഇട്ടിരുന്നു. വല്ലാത്ത ഒരവസ്ഥയായിരുന്നു അത്. ഏറെ നാൾ ചികിത്സ തുടർന്നുവെങ്കിലും 2016 മാർച്ച് 25 ജിഷ്ണു ഈ ലോകത്തോട് വിട പറഞ്ഞു.
ജിഷ്ണു ഒരു പുഞ്ചിരിയായിരുന്നു. ജിഷ്ണുവിനെ ഓർക്കുമ്പോഴെല്ലാം മനസ്സിൽ തെളിയുന്നതും ആ പുഞ്ചിരിച്ച മുഖം തന്നെ. ചലച്ചിത്ര ലോകത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ് ജിഷ്ണുവിൻ്റെ വിടവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജിഷ്ണുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരാൻ മാത്രമേ നമുക്ക് സാധിക്കൂ.